വേട്ട എന്ന പേരിൽ ഗൾഫിലേക്ക് എത്തിയിരിക്കുന്നു നമ്മുടെ വേടൻ. സുഹൃത്തുക്കളെ, ഞാൻ എന്തിന് ഇന്ന് ഈ വേടനെ കുറിച്ച് പറയണമെന്നൊക്കെ ഞാൻ കുറെ ആലോചിച്ചു. പിന്നെയാണ് വിചാരിച്ചത് പറയണം. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയ നടക്കുന്ന ചില ചർച്ചകൾ എന്തൊക്കെയെന്നറിയാവോ? ഈ പുതിയ ജനസിൽപ്പെടുന്ന ഈ പാട്ടുകാരൊക്കെ ഏറി വന്ന ഒരു വർഷം, ആ ഒരു വർഷം കഴിഞ്ഞ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇവരൊക്കെ ഔട്ടാവും. ഈ സോഷ്യൽ മീഡിയ എന്തിന്, പാട്ട് എന്ന് പറയുന്ന ഈ പരിപാടിയിൽ തന്നെ യുവന്മാരൊക്കെ ഔട്ടാവും എന്നുള്ള ചർച്ച നടക്കുന്നുണ്ട്. അതിൽ തോന്നുന്നു നമ്മുടെ വേടനാണ് കേട്ടോ. വേടൻ അധികം കാലം നമ്മുടെ പാട്ട് രംഗത്ത് ഉണ്ടാവില്ല. രണ്ടൊരു ഹനാൻ ഷാ എന്ന് പറയുന്ന ഒരു പുതിയ കാലഘട്ടത്തിൽ പാട്ടുകാരുണ്ട്. അയാള് അങ്ങനെ RDX, റോണക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ടീമുകൾ ഉണ്ടെന്നേ. ഇതേപോലെ റാപ്പ് സംഗീതവുമായിട്ട് നടക്കുന്ന കുറെ എണ്ണം ഉണ്ട്. ഇവന്മാര് മുഴുവൻ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഏറി വന്നാൽ ഒരു വർഷം കൂടി ഇവന്മാർ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവും. സോഷ്യൽ മീഡിയയൊക്കെ ഇങ്ങനെ കത്തിച്ച് തകർത്ത് തരിപ്പിണാക്കിയിട്ട് ഇവന്മാരൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകും. ആ ഒരു വർഷം ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് അത്ഭുതം. അത് കഴിഞ്ഞാല് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇവർ വളരെ ഈസി ആയിട്ട് ഔട്ടായി പോകുമെന്നാണ് ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ പ്രഖ്യാപിക്കുക. അല്ലെങ്കിൽ ഈ പാട്ട് രംഗത്ത് തന്നെ ഇവന്മാർ ഔട്ടാവും, ഒരാളും തിരിച്ചറിയാൻ പറ്റാതാവും. അതിന് ഉദാഹരണമായിട്ട് ഒരു മനുഷ്യനാണ് ഇവർ വെക്കുന്നത്. അദ്ദേഹത്തിന്റെ പേരാണ് ജാസി ക്രിസ്റ്റ്. തെമ്മാ തെമ്മാ തെമ്മാടിക്കാറ്റ്, പിന്നെന്താ, അങ്ങനെ കുറെ പാട്ടുകൾ ഇല്ലയോ? ഇപ്പൊ എനിക്കതിനെ കിട്ടുന്നില്ല. ഈ പാട്ടുകൾക്കൊക്കെ ഞാനടക്കമുള്ള സുഹൃത്തുക്കൾ ഒരിക്കൽ നട്ടപ്പാതിരിക്ക് തുള്ളിയിട്ടുണ്ട്. നമ്മുടെ ഗാനമേളയ്ക്ക് തുള്ളെന്ന് പറയില്ലേ, ആ ഒരു തുള്ളലൊക്കെ നടത്തിയിട്ടുണ്ട്. എന്നാൽ സുഹൃത്തുക്കളെ, ഇപ്പൊ ഈ പാട്ട് ആര് കേൾക്കുന്നു, അദ്ദേഹത്തെ ആരറിയുന്നു? ഒരാളറിയില്ല. എന്നെപ്പോലുള്ളൊരു 90s കിഡ്സ് ഇത് അറിയാന്നല്ലാതെ പുതിയ ആളുകൾക്കൊന്നും അദ്ദേഹത്തെ അറിയുകയില്ല എന്നൊക്കെ നമുക്ക് പറയേണ്ടി വരും. അദ്ദേഹം ഔട്ടായി. ഇങ്ങനെ പതുക്കെയെങ്കിലും നമ്മുടെ സോഷ്യൽ ഈ ഒരു സെനാരിയോയിൽ നിന്ന് വേടനെ പോലുള്ള ആളുകൾ ഔട്ടാകുമെന്നാണ് ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. ഞാനും വിചാരിച്ചു, കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് എവിടെയും വേടന്റെ പാട്ടൊന്നും കേൾക്കാനില്ലല്ലോ, വേടന്റെ പാട്ടിന് വലിയ തിരക്കൊന്നും കാണാനില്ലല്ലോ. എന്നാൽ അതേസമയം ഹനാൻ ഷായുടെ പാട്ടിന് വലിയ തിരക്ക് കാണാനുണ്ട്. ഹനാൻ ഷായുടെ പാട്ടിന് തിരക്ക് കാണുന്നത് കേരളത്തിലെ കുറെ മുസ്ലിങ്ങൾ മാത്രം പാട്ട് കേൾക്കാൻ പോയതിനെ കൊണ്ടാണെന്നുള്ള വർത്തമാനങ്ങൾ അപ്പുറത്ത് സോഷ്യൽ മീഡിയ നടക്കുന്നത്. ഇതൊക്കെ കേൾക്കണം കേട്ടോ എൻ്റെ സുഹൃത്തുക്കൾ. നമ്മുടെ നാട് എത്ര പെട്ടെന്നാണ് വിഭജിച്ച് പോകണമെന്നുള്ളത്. അപ്പോഴാണ് ഗൾഫിലെ വേടന്റെ വേട്ട എന്ന് പറയുന്ന പ്രോഗ്രാം ഒന്ന് കണ്ടോക്കെ. എന്തോരം ജനങ്ങളെ നോക്കിയിട്ട്. എന്നാൽ സുഹൃത്തുക്കളെ, ആ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും എത്ര ആളുകളാണ് തിങ്ങി അവിടെ കേൾക്കാൻ വന്നിരിക്കുന്ന വേടനെ എന്നുള്ളത്. വേടൻ ഒരു തീയായിട്ട് മാറിയിട്ടുണ്ട്. എന്തുകൊണ്ട് വേടൻ ഒരുപക്ഷെ നമ്മുടെ കേരളത്തിൽ ഒരു പാട്ടുകാരനായിട്ട് ഇനിയും നിൽക്കാൻ സാധ്യത ഉണ്ട് എന്ന് എനിക്ക് ചെറിയ തോന്നലുകളാണ്. ഒന്ന്, വേടൻ വെറും ഒരു പാട്ടുകാരനല്ല, അദ്ദേഹം ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന രീതിയിൽ കൂടി മാറിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനാണ്. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്ന കൊള്ളരുതായ്മകളെ കുറിച്ചിട്ട് പച്ചയ്ക്ക് പറയുന്ന മനുഷ്യനാണ് തൻ്റെ പാട്ടിലൂടെ. തനിക്ക് പറയാനുള്ളതെല്ലാം നിരന്തരമായിട്ട് പാട്ടിലൂടെ പറയുക എന്നതാണ്. രണ്ട്, ചില രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് വേടൻ തീർച്ചയായിട്ടും കേരളത്തിൽ നിലനിൽക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് രാഷ്ട്രീയ കാരണം? വേടൻ ഒന്ന് ദളിതനായതുകൊണ്ട്, പിന്നെ RSSന്റെ രാഷ്ട്രീയം ഇന്ത്യക്ക് അപകടകരമാണെന്ന് വേടൻ തിരിച്ചറിവുള്ളതുകൊണ്ട് അദ്ദേഹം നിരന്തരം ആ ഒരു സംഘടനയെ എതിർത്തുകൊണ്ട് തന്നെയായിരിക്കും തൻ്റെ പാട്ടുകളായിട്ട് മുന്നോട്ട് പോകുക. അങ്ങനെ അവരെ എതിർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആ നിമിഷങ്ങളിലെല്ലാം വേടൻ സാമൂഹ്യ മീഡിയകളിലും ഒപ്പം ഒരുപക്ഷെ നേരിട്ടും ആക്രമിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു കാരണം കൊണ്ട് വേടൻ നമ്മുടെ നാട്ടിലുണ്ടാവും. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് എനിക്ക് തോന്നിപ്പോകുന്നത്, പാട്ടുകാർ പലപ്പോഴും സ്റ്റേജുകളൊക്കെ മറ്റും വന്നിട്ട് പാട്ടുപാടകളിൽ മാത്രമാണ് അവരുടെ തൊഴിൽ. അവരങ്ങ് നിന്ന് പാട്ടുപാടി പോകും. എന്നാൽ വളർന്നു വരുന്ന ഓരോ പുതിയ തലമുറയ്ക്കും വെറും പാട്ട് മാത്രം പോരാ, അവർ പെർഫോം ചെയ്യണം എന്നുള്ളതാണ്. ഡാൻസും അവരുടെ വർത്തമാനങ്ങളും അവരുടെ രാഷ്ട്രീയ ബോധ്യങ്ങളും സാമൂഹ്യ ബോധ്യങ്ങളെ കുറിച്ചിട്ടൊക്കെ അവരെന്ത് പറയുന്നു എന്ന് കേൾക്കാൻ കൂടിയാണ് ആളുകൾ ഇപ്പോൾ പാട്ട് കേൾക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ വേടൻ
വേടൻ മാത്രം കേരളത്തിൽ പാട്ടുകാരനായിട്ട് ഇനിയും ഏറെക്കാലം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എനിക്കറിയില്ല, എങ്കിലും ഉള്ളത് ഒന്ന് എഴുതിക്കാൻ ശ്രമിക്കുക. ബൈ.